എൻ്റെ പേര് അഭിനന്ദ്. NEET 2022 നല്ല മാർക്കോടെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 233 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം കോഴിക്കോട് തന്നെ MBBS എടുത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതിനു വേണ്ടി എന്നെ സഹായിച്ച പാരൻസിനും എസ്പെഷ്യലി ഡോപ്പയ്ക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പം നന്ദിയുണ്ട്, നല്ല എത്ര റാങ്ക് ഡോപ്പ അച്ചീവ് ചെയ്യാൻ സഹായിച്ചതിന്. നമ്മളെ ഡോപ്പ ഓഫീസിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അഭിനന്ദും ഫാമിലി അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. ഫസ്റ്റത്തെ വർഷം തന്നെ, ഫസ്റ്റത്തെ റെസിഡൻഷ്യൽ ബാച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിപൊളി റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കേരളം 1ാം റാങ്കായിട്ട് ജസ്റ്റ് രണ്ട് ക്വസ്റ്റിൻ്റെ ഡിഫറൻസ് മാത്രമാണ് അഭിനന്ദിനുള്ളത്. സോ അത് അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ മെച്ചം തന്നെയാണ്. സോ എന്താ പറയുക, എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് അഭിനന്ദിന്. സോ ലൈക്ക് അഭിനന്ദിന് നീ എന്തെങ്കിലും ഒരു 2 വാക്ക് ഇതിൽ പറഞ്ഞോടാ. നീ പറഞ്ഞോ മതി. നല്ല സന്തോഷമുണ്ട്, ഇത്ര മാർക്കൊന്നും കിട്ടുന്നു വിചാരിച്ചില്ല. ഇനി നല്ല സന്തോഷമുണ്ട്, ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു വിചാരിച്ചില്ല. ഇനി ഇത്ര മാർക്കൊന്നും കിട്ടും വിചാരിച്ചില്ല, പറയാനില്ല. അച്ഛൻ എന്താ പറയാ? ഇതന്നെ പറയാനുള്ളൂ. ഞങ്ങളൊരു 650 പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇതൊരു ഭയങ്കരമായ വിജയമാണ്. ഇപ്പോൾ ഡോപ്പനോട് നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ ചേർത്തുമ്പോഴൊന്നും ഇങ്ങനെ പലരും എന്നെ പിന്തിരിപ്പിച്ചിരിക്കുന്നു. ടാലൻ്റുള്ള ആളാണ്, വേറെ പല സ്ഥലത്തും പിന്നെ ഓൻ്റെ നിർബന്ധവും ഒക്കെ കാളെയാണ് ഡോപ്പനെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ അതിപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാം, ഞാൻ ഡോപ്പനെ തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു ശരിയെന്ന് ഓരോട് പറയാൻ പറ്റി. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. സന്തോഷമുണ്ട്. ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണ് ഡോക്ടറാണെന്നുള്ളത്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എനിക്ക് താല്പര്യം എയിംസിലേക്കാണ്. പക്ഷെ അഭിനന്ദിന് താല്പര്യം കോഴിക്കോട് കിട്ടണമെന്നാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് തന്നെയല്ലേ കിട്ടുള്ളൂ. സോ അഭിനന്ദ് നമ്മുടെ ഓഫീസിലേക്ക് ആഘോഷിക്കാൻ, അവൻ്റെ അടിപൊളിയായിട്ടുള്ള വിജയം ആഘോഷിക്കാൻ വന്നതാണ്. സോ അഭിനന്ദ് എന്താ പറയാനുള്ളത്? ഒരു വണ്ടർഫുൾ റിസൾട്ട് വന്നു. കേരളത്തിൽ തന്നെ 1 ഓഫ് ദ ടോപ്പ് റാങ്കിലെത്തി. ഡോപ്പയുടെ ഏറ്റവും ടോപ്പറാണ്. എന്താണ് ഈ അവസരത്തിൽ അഭിനന്ദിന് തോന്നുന്ന കാര്യം? എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരിക്കലും വിചാരിച്ചൊന്നല്ല അത്ര മാർക്കിൽ എത്തുന്നു. ഞാനൊരു 650 വേണ്ടിയിട്ടാണ് പഠിച്ചില്ലത്. ഇത്രയൊന്നും എത്തുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എത്ര കോഴിക്കോട് കിട്ടണം വിചാരിച്ചിട്ട് പഠിച്ച് കോഴിക്കോട് കിട്ടും വിചാരിക്കുന്നുണ്ട്. ഇത്ര കളർഫുള്ളായ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ലേ? എന്തായിരുന്നു അച്ഛനും അമ്മേന്റെയും ഒരു കാൽക്കുലേഷൻസ് ഒക്കെ എന്തായിരുന്നു? തീർച്ചയായിട്ടും. എക്സാം കഴിഞ്ഞ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ അച്ഛൻ എന്ത് തോന്നി? അച്ഛനായിരുന്നല്ലോ കൂടെ എക്സാമിന് പോയതല്ലേ? അത് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പം ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല സന്തോഷം, നല്ല നല്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഡോപ്പയിൽ പോയിട്ട് നിയാസ് സാറിനോടും ആഷിഖ് സാറിനും നന്ദി പറയാം. അപ്പോൾ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസം, എന്നാ പോവാ. ഞങ്ങൾ എന്താണ് ഓർമ്മശ്ശേരി
ഓമശ്ശേരിയാണ് സെന്റർ. ഓമശ്ശേരി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ലാണ്, പോണ വഴിക്ക് അവിടെ കയറി, അങ്ങനെയാണ് ഞങ്ങൾ ലൈവിലൊക്കെ വന്നത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് ഞങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഓന്റെ ശരീരഭാഷ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു പ്രാവശ്യം എഴുതി വന്നതാണല്ലോ. എന്താണ് കേരളത്തിലാകുമ്പോൾ 100ന്റെ താഴെ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത്രയും താഴോട്ട് കിട്ടുന്നത് അപ്പോഴും പറയും മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള അതില് 650 എന്റെ ഏകദേശം ഒരു ടാർഗറ്റ്. അതിന് വേണ്ടിട്ട് എന്തായാലും പ്രാവശ്യം കിട്ടും എന്നുള്ളത് നേടുന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറെ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മക്കളെ ഈ വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? അവർക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്വന്തം അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം അവരോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പാരന്റ്സിനോട് ഞാനാണ് കൂടുതൽ ഇവരുടെ കാര്യങ്ങൾ ഇടപെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി ഡോപ്പയാണെങ്കിൽ ഡെയിലി എക്സാം നടത്തും. അപ്പൊ അതിലെ റാങ്ക് മാർക്ക് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ചില സമയത്തൊക്കെ ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് മെന്ററായിട്ട് നമുക്ക് ഇവിടുത്തെ മെന്ററായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്കറിയില്ല, ഇവിടെ മെന്ററായിട്ട് നമുക്ക് നേരിട്ട് ബന്ധമുണ്ടോ? അപ്പോൾ അജിത് സാറെ ഇനി വേണ്ട, അജിത് സാറെ ഞാൻ പലപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കണമെന്നില്ല. അപ്പോൾ അജിത് സാർ ഇങ്ങോട്ട് പറയാം അതൊന്നും നോക്കണ്ട, ഫൈനൽ റാങ്കിൽ പോകാൻ ഡെവലപ്പ് ആവും. ഒരു സമാധാനം തരും, നമുക്ക് ഒരു സമാധാനമായി. പിന്നെ ഇവനോട് നേരിട്ട് പറയുമ്പോൾ എന്താ മാർക്ക് പറഞ്ഞാൽ ഓരോ ഒരു ഫീലിംഗ് വരും. അപ്പൊ ആ ഫീലിംഗ് ഒഴിവായി കിട്ടും. നമ്മൾ മെന്ററോട് പറഞ്ഞു, മെന്റർ നല്ല നിലയിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഉഴപ്പിയതാണോ അല്ലെങ്കിൽ ശരിക്കും കിട്ടാത്തതാണോ സപ്പോർട്ടാണോ കൊടുക്കേണ്ട ഐഡിയ കിട്ടൂലേ? ചില സമയത്ത് പാരന്റ്സ് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ ഫുൾ തകർച്ചയിൽ പോകാറുണ്ട്. എനിക്ക് പറയാനുള്ള മെന്ററായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഡെഫിനറ്റ്ലി. അപ്പൊ ഈ വർഷത്തെ പാരന്റ്സിനോട് പ്രത്യേകം പറയാനുള്ള മെന്ററായിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കി കീപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സ്റ്റുഡന്റിന് ആ സമയത്ത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കേണ്ടത്? ചിലപ്പോ ചീത്ത പറയേണ്ടി വരും, ചിലപ്പോ സമാധാനിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ മെന്റർ പ്രത്യേകത ഉണ്ട്, കാരണം ഓരോ നീറ്റ് ക്രാക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിന് സമാധാനം. ഞാൻ ഒരു ചെയ്തു വന്ന ആളാണല്ലോ പറയണേ, നമുക്ക് ഒരു സമാധാനം കിട്ടും. ഉപയോഗപ്പെട്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താ പറയാനുള്ളത്? റിലേറ്റീവ് ഇവിടെ അച്ഛനെ കുറിച്ച് നന്നായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുവിധം ഫാമിലിയിലൊക്കെ അമ്മമാരാണ് റിലേറ്റീവ്. ഇപ്പോൾ റിയാസിന്റെ ഫാമിലി നമ്മൾ പോയ സമയത്ത്, ഋതുവാന്റെ ഫാമിലി പോയ സമയത്ത് അച്ഛനമ്മയും മാറിയിട്ടുണ്ടാവും. കുറെ പേര് അമ്മമാരാണ് പിന്നാലെ. അമ്മമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി കുട്ടികളെ കാണിച്ച് ഇവിടെ ടെൻഷൻ ഉണ്ടാവാം. അമ്മ കാരണം ടെൻഷൻ ആക്കിയതൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് അതിനുള്ള പാരന്റ്സിനോടൊക്കെ ഒരു എന്താ പറയാ ഉപദേശം എന്നല്ല, ഒരു അനുഭവം പറയാനുള്ളത്? പഠിക്കുന്ന കാണുമ്പോൾ ചിലപ്പോ ടെൻഷനൊക്കെ വരും, പക്ഷെ പഠിക്കുന്ന കാര്യത്തില് അച്ഛനാണ് ആദ്യം പുലർച്ചയ്ക്ക് എണീറ്റ് പഠിക്കാനും വിളിക്കുന്നതൊക്കെ അച്ഛൻ തന്നെയായിരുന്നു. ഞാൻ ചിലപ്പോ ഒന്ന് ബാക്കോട് നിൽക്കുന്ന കാണുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കേറി പറയല് പഠിക്കുന്നുള്ള. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു ഫോണൊക്കെ എടുത്തിട്ടൊരു ഉഴപ്പിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചൊന്നും ചീത്ത പറയേണ്ട ആവശ്യം വന്നില്ല ഇതുവരെ. അല്ല, അവര് പഠിക്കാൻ എന്താണോ ഉള്ളത് അത് പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണ്, ആദ്യം അങ്ങനെയാണ് ചെറുപ്പത്തിലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്, പഠിച്ച നല്ല റാങ്ക് കൊണ്ട് തന്നെയാണ് കിട്ടിയത്. അവൻ പ്രത്യേകമായി ചെയ്ത 1-2 കാര്യം കൊണ്ടാണ് നല്ല ബൂസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും പറ്റുന്ന കാര്യമുണ്ടോ? ക്വസ്റ്റ്യൻസ് നല്ല പ്രാക്ടീസ് ചെയ്യുക, അതെല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. ദിവസം എത്ര ചെയ്ത് പറയും. നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്ലസ് ടുവിന്റെ കൂടെ നല്ലൊരു സ്കോർ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ എന്ത് ചെയ്തതുകൊണ്ടാണ് അവന് കുറച്ചുകൂടെ നല്ലത് കിട്ടി? റെസിഡൻഷ്യൽ താമസിച്ചു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഓൺലൈനിൽ പഠിക്കും. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെയാണ് അത് ഞങ്ങള് കറക്റ്റ് ടൈം ഷെഡ്യൂൾ വന്നുകൊണ്ട് ആ ടൈം ഷെഡ്യൂളിൽ ഇരുന്ന് എക്സാമിന് തലേ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായി? പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ഇരുന്നില്ല അധിക സമയം. 2 ദിവസം പോകുന്നു. എല്ലാരും പോവാണെങ്കിൽ വലിയ റൂമിലൊന്നും ആരും ഇല്ല എന്നുള്ളപ്പോ പോയി.
ഞായറാഴ്ച എക്സാം, വെള്ളി ശനിയൊക്കെ എന്താ ചെയ്തിരുന്നത്? കൂടുതൽ സമയം പഠിച്ചിട്ടില്ല. ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ച ആ സമയം വീട്ടിലിരുന്ന് പഠിച്ചു. റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോ ടെൻഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ നിങ്ങളെ ഫീൽ എന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? പരീക്ഷന്റെ ഇതൊക്കെ കാണുമ്പോ എന്താ പഠിക്കാൻ ഇല്ലേന്നുള്ളൊരു തോന്നല്ലോ. പക്ഷെ കൂളായി പോയി എക്സാം ചെയ്തു. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്, നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അങ്ങനെ കൂളായി നിന്നുകൊണ്ട് കുറച്ചുകൂടെ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റിയെന്നല്ലേ? ഓക്കെ. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരുണ്ട്, അവരും നിങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ടാവും. അവരോടൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെല്ലാം 100 വട്ടം പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അഭിനന്ദിന്റെ അച്ഛനും അമ്മയും അടക്കം വന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളൂ, ഇത് തന്നെയാണ് ചെയ്യാനൊക്കെ, വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ചിലവർ ക്ലാസ് കണ്ട് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും, നോട്ട് കുറേ നേരം വായിക്കും. അതൊന്നല്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഈ അഭിനന്ദനോട് മാത്രം 1-2 കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻ അഭിനന്ദ്, ഒരു വണ്ടർഫുൾ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. ഡോപ്പക്ക് തന്നെ ഭയങ്കര അഭിമാനമുണ്ട്. നമ്മൾ കാൽക്കുലേഷനിൽ പോലും ഇല്ലാത്ത ഒരു വണ്ടർഫുൾ റാങ്കാണ് നമുക്ക് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് പിള്ളേരോട് തന്നെ സംസാരിക്കാം. ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് പിള്ളേർക്ക് നെക്സ്റ്റ് ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് മാക്സിമം യൂസ്ഫുൾ ആവുന്ന, എന്തൊക്കെ ചെയ്തിരുന്നതെന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അഭിനന്ദ്, ക്വിക്കായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെ അഭിനന്ദ് ചെയ്തിട്ടുണ്ട് നല്ല റാങ്ക് എത്താൻ വേണ്ടിയിട്ട്? ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. രാവിലെ പൊലച്ചയ്ക്ക് എണീക്കേണ്ടി വരും, ഓവർനൈറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ സാക്രിഫൈസ്. ഒരു വർഷം മൊത്തം അതിന് തന്നെ വേറൊരു കാര്യത്തിലേക്ക് തിരിയാണ്ട് നിന്നിട്ടുണ്ട്. നേരത്തെ എണീക്കുക, ഒരു മാക്സിമം ടൈം, ഒരു ഡേന്റെ മാക്സിമം ടൈം അതിന് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. ഈ വർഷം എന്തെങ്കിലും ആഘോഷത്തിനോ കല്യാണത്തിനോ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഒറ്റൊരു കല്യാണത്തിന്. സോ പുറത്തൊരു പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇവന്റിന് മാത്രം, അതും കസിന്റെ ഒരു കല്യാണത്തിന് മാത്രമാണ് പോകേണ്ടി വന്നത് അല്ലേ? പഠനത്തിന്റെ പാർട്ടിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്താണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ 3 സബ്ജക്റ്റ് ചെയ്തത്? ഫിസിക്സിന് തിയറി കുറച്ച്, ക്ലാസ് ഒക്കെ കുറവായിരുന്നു കണ്ടത്. ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്ന് കൂടുതൽ ഒരു 200 സംതിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററിന്. അങ്ങനെ ഫിസിക്സ് ഞാൻ കാൽക്കുലേഷൻസ് ഒക്കെ കുറെ ഈസി ആക്കി എടുത്ത്. കെമിസ്ട്രിയും ഇൻഓർഗാനിക് കെമിസ്ട്രിയും ബയോളജിയും ടെക്സ്റ്റ് നല്ലോണം വായിച്ച്, തോന്നുന്നു ബയോളജി ഒരു 25 ടൈംസ് ഞാൻ വായിച്ചിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ അങ്ങനെ വായിച്ച് പേജ് ഓർമ്മയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെ കുറെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നീറ്റ് എക്സാമിന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ NCERT ബയോളജി കലക്കി കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആരും അങ്ങനെ ചെയ്യണം, മസ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഫിസിക്സിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തിയറിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാണ്ട് തിയറി ലേണിംഗ് ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ തിയറി പഠിക്കുക എന്നുള്ളത്. തിയറി ചിലപ്പോൾ ആൾറെഡി ചെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാച്ച് ആവണമെന്നില്ല. അങ്ങനെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പം അച്ഛനും അമ്മേനെ ഇൻ്റർവ്യൂ എടുത്ത പഠിത്തം കൂടെ അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ് ആണ് പ്രാക്ടീസിന് കൂടുതൽ സമയം ചെലവഴിച്ചു എന്നല്ലേ. പിന്നെന്താ ഭയങ്കരമായിട്ട് നല്ല ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം അറിയാം, അഭിനന്ദിന്റെ ബാച്ച്മേറ്റോ ബാക്കിയുള്ള ആളുകളോ അത്ര തന്നെ +2 മാർക്ക് വാങ്ങിച്ച ആളുകളൊക്കെ ട്രൈ ചെയ്തപ്പോൾ അത്ര അധികം റാങ്കിലേക്ക് എത്തിച്ചില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ബാക്കി ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? എന്തെല്ലാം റിയലൈസേഷൻ ഉണ്ടായി? അത് ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഡോപ്പന്റെ സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റും, ഞാൻ വീട്ടിലാണെങ്കിൽ എത്ര പഠിക്കൂല, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഫോണിൽ കളിച്ചിങ്ങനെ ഇരിക്കും. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഒരു ടൈം ടേബിൾ കിട്ടി. ഈ ടൈം ടേബിളിന്റെ മുകളിൽ ഞാൻ നല്ല കോമ്പറ്റീറ്റീവ്സും കിട്ടിയല്ലേ? ഡിസ്കസ് ചെയ്യാൻ ആൾക്കാരെ കിട്ടിയപ്പോ എനിക്ക് അറിയാത്തത് പറഞ്ഞു കൊടുത്താൽ എന്റെ അടുത്തിരുന്നോ എനിക്ക് പറഞ്ഞു തരും. അവനറിയാത്ത പറഞ്ഞു. അപ്പൊ മനസ്സിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ പോസിറ്റീവ് എനർജിയുള്ള ഫ്രണ്ട്സും, നല്ല ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഡെഫിനറ്റ്ലി ഫ്രണ്ട് അജിത്ത് അല്ലേ? ഫ്രണ്ട് അച്ഛനൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിന് ഈ സമയത്ത് ചീത്തയാണോ, ഉപദേശിക്കുകയാണോ, സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടത് വരെ മെന്റർ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിനേക്കാളും കൂടുതൽ അഭിനന്ദിന്റെ ഹാർഡ് വർക്ക് കാരണം ഡോപ്പക്കും അഭിനന്ദനും ഡോപ്പന്റെ ഫാമിലിക്കും നല്ല റിസൾട്ട് ഉണ്ടായി. എന്താ പ്ലാന്? കോഴിക്കോട് ഇവിടെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ തൊട്ടടുത്താണ് ഓഫീസിന്റെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കയറണം എന്നാണ് ആഗ്രഹം. ഞാൻ അച്ഛനും അമ്മയോട് ചോദിക്കാൻ മിസ് ചെയ്തു പോയൊരു പോയിന്റ് ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോളേജിൽ എത്തിയാൽ നിങ്ങൾക്ക് സ്ക്രാച്ച് അടക്കം കിട്ടും. എന്ത് ഡോക്ടർ ആവാനാണ് താല്പര്യം? ഞാൻ ഓർത്താണ് വിചാരിച്ചിന്. പിന്നെ ഇപ്പൊ തീരുമാനിക്കണം, നോക്കണം. ഒന്നുകൊണ്ട് പഠിക്കേണ്ട, 5 വർഷം ഉണ്ട്. ഇത് എന്ത് തീരുമാനം മാറും. ചിലപ്പോൾ ഓർത്തോ എന്നുള്ളത് മാറി മറിയും. ഓർത്തോ എന്നുള്ള അറിഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ അല്ലേ, എല്ല് വിഭാഗമായിട്ട് ബന്ധപ്പെട്ട സർജറി കാര്യങ്ങൾ. അപ്പോൾ ഓർത്തോ ഫ്യൂച്ചർ ഓർത്തോപെഡീഷ്യൻ ആൻഡ് ആസ് ഓഫ് നൗ MBBS കയറി കഴിഞ്ഞാൽ അറിയാം അതിന്റെ ബാക്കി. ലോങ് ജേണിയാണ്. അഭിനന്ദിന്റെ ഈ രൂപം, ഭാവവും, മട്ടും കാര്യങ്ങളും അപ്രോച്ചൊക്കെ മാറും ഈ 5 വർഷം കൊണ്ട്. അപ്പോൾ
ഫ്യൂച്ചർ ഒരു ഓർത്തോപീഡീഷ്യൻ ആവാൻ വിഷ് ചെയ്യാണ്. അടിപൊളി MBBS ലൈഫ് ആവട്ടെ. കാലിക്കറ്റ് അറിയാം, നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കാറുണ്ട്. അടിപൊളി ക്യാമ്പസ് ലൈഫാണ്, അടിപൊളിയായിട്ട് ക്യാമ്പസ് ലൈഫ് ഉണ്ടാവട്ടെ. പിന്നെ അവനെന്ന് പറഞ്ഞ കാര്യമുണ്ട്, നാട് തൊട്ടടുത്താണ്, പന്തരകാവാണ്. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാന്നല്ലേ? സപ്പോർട്ട് ചെയ്യോ? ഡെഫിനറ്റ്ലി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പന്തീരങ്കാവ് എവിടെ മാത്രമല്ല ആരും അഭിനന്ദിന് ഇങ്ങോട്ട് കോഴിക്കോട് കോളേജ് വരുമ്പോൾ അഭിനന്ദിനെ ഫോൺ ചെയ്താൽ മതി. അഭിനന്ദ് ഫുൾ സപ്പോർട്ടിന് ഇവിടെ ഉണ്ടാവും. ഈ അല്ലേ ഞാൻ പറഞ്ഞത്, അഭിനന്ദ് ഫുൾ സപ്പോർട്ടിന് ഉണ്ടാവും. അവിടെ ഫാമിലിയോ റിലേറ്റീവ്സോ നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാണ് എയിംസിലൊന്നും പോകില്ല എന്ന് പറഞ്ഞ് അഭിനന്ദ് ഇവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാവുന്നത്. ഇനിവേ താങ്ക് യു, ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്.